ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഗ്രേഡ് 7 ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ 6th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതും ഒരു വേർഡ് പ്രോബ്ലം തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ലിപിക റീഡ്സ് എ ബുക്ക് ഫോർ 1 3/4 hours every day. She reads the entire book in 6 days. How many hours in all were required by her to read the book? ലിപിക ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി 1 3/4 hours വായിക്കുന്നുണ്ട്. അങ്ങനെ 6 days വായിച്ചപ്പോൾ ബുക്ക് വായിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്ര അവേഴ്സ് വേണ്ടി വന്നു ഈ ബുക്ക് വായിച്ചു തീർക്കാനായിട്ട്? അതാണ് ക്വസ്റ്റ്യൻ. ഇൻ 1 day ലിപിക നീഡ്സ് ഹൗ മെനി അവേഴ്സ്? 1 3/4 hours. In 6 days ലിപിക വിൽ നീഡ് 6 into 1 3/4 hours. നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 6 into ഈ മിക്സ് ഫ്രാക്ഷനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 1 into 4 is 4. 4 plus 3 is 7/4. ഇനി ഈ 6ഉം 4ഉം കൂടെ കട്ട് ചെയ്യാം. 6ൽ 2 3 times, 4ൽ 2 2 times. 3 into 7 is 21/2. ഇനി നമുക്ക് ഇതിനെ വീണ്ടും മിക്സ് ഫ്രാക്ഷനിലോട്ട് മാറ്റാം. 21 divided by 2. 2ൽ 2 1 time. 1 into 2 is 2. 2 minus 2 is 0. ഈ 1 താഴേക്ക് വരുന്നു. 1ൽ 2 ഇല്ല, അപ്പോൾ നമുക്കിവിടെ 0 കൊടുക്കാം. 10 1/2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഹെൻസ് ദ റിക്വയർഡ് അവേഴ്സ് ഈക്വൽസ് ടു 10 1/2 അവേഴ്സ്. ഇതാണ് ആൻസർ. മനസ്സിലായോ കൂട്ടുകാരെ നമ്മൾ എന്താ ചെയ്തതെന്ന്? ലിപിക ഒരു ദിവസം 1 3/4 hours വായിക്കുമായിരുന്നു. അങ്ങനെ ആ ബുക്ക് കംപ്ലീറ്റ് ആവാൻ 6 days എടുത്തു. അപ്പോൾ എത്ര അവേഴ്സ് എടുത്താണ് ആ ബുക്ക് വായിച്ചു തീർത്തത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു അവേഴ്സ് ടേക്കൺ ടു റീഡ് എവറി ഡേ, അത് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിൻ്റെ മുന്നുള്ള സൊല്യൂഷൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കാണുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ കൂട്ടുകാരെ. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ച് എല്ലാവരുടെ അടുത്തും പറയണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.